എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. അതായത് ഇന്നത്തെ ഈ ഒരു പരിപാടി അത്രമാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഇതിന് മനസ്സിലാവുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടി ആമുഖം പ്രഭാഷണം ചെയ്ത നന്ദി പറയാനുള്ളതാണ് എൻ്റെ ഒരു കടമ. അപ്പം അതിനായിട്ട് ആമുഖ പ്രഭാഷണം ചെയ്ത രാജകുമാരി ടീച്ചർ തോന്നുന്നു അല്ലേ, അവരുടെ അഭാവത്തിൽ അവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ മോഡറേറ്ററും നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഈ ഒരു ഇന്ന് നേരത്തോടെ പറഞ്ഞല്ലോ, മതിലുകളുടെ ദൃശ്യാവിഷ്കാരം ചെയ്താലോ എന്ന് ഞാൻ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് യെസ് പറഞ്ഞ എല്ലാ പ്രോത്സാഹനവും കൊടുമുടിയോളം എത്തിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പിന്നെ പ്രഭാഷണങ്ങൾ ചെയ്ത ശ്രീ പി വിനോദ്, ഉദ്ഘാടനം പറയാൻ ചെറിയായിട്ട് വൈകിപ്പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം കുറിച്ച് വൈകിട്ടാണ് നടന്നത്. അതുകൊണ്ടാണ് ഉദ്ഘാടനം കുറച്ച് വൈകിപ്പോയത്. പക്ഷേ ശരിക്കും ഹൈലൈറ്റ് അത് തന്നെയാണ് അല്ലേ. നമ്മളിങ്ങനെ കാത്ത് ഇങ്ങനെ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ എന്താ പറയുക, ബഷീർ എന്ന് പറഞ്ഞ ഒരു ആളെ നമ്മൾ ഇത്ര നാൾ മനസ്സിൽ കൊണ്ടു നടക്കുക, അദ്ദേഹത്തിൻ്റെ മകൻ വരിക, നമ്മളുടെ ഈ ഒരു മീറ്റിംഗ് ധന്യമാക്കുക. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രഭാഷണങ്ങൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്, പ്രഭാഷണങ്ങൾ ചെയ്താന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് പോയി. അങ്ങനെ ഒരു ചാൻസ് എനിക്ക് തന്ന പറഞ്ഞാണ്. കാരണം എനിക്ക് ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ആരെങ്കിലും വേറെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് ആദ്യം കാണണമെന്ന് എനിക്കൊരു എന്തോ ഒരു അവരുടെ പേരിലാണ് ഞാൻ ചാൻസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഉപയോഗിച്ചത്. കണ്ടു, അതാണ്. അപ്പോ വിനോദേട്ടന്റെ ഓരോ ടോക്കും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം അത്രമാത്രം വായിച്ച് അതിനെ പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി വന്ന് ഒരു വെട്ടിക്കെട്ട് പ്രഭാഷണം നടത്താനാണ് ഇപ്പോഴും വിനോദേട്ടന്റെ ഒരു രീതി. അത് ഇത്തവണയും നന്നായിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നോക്കുന്നത് അത് കൈയടി തന്നെ എനിക്ക് കേൾക്കാം. അപ്പൊ അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നീട് പിന്നെ ഓരോ കഥാപാത്രത്തിൻ്റെ മാനസിക നിലയെ പറ്റി സംസാരിച്ച ഡോക്ടർ ആനന്ദൻ. കാരണം നമ്മൾ ഓരോ കഥാപാത്രത്തെയും ഓരോ കഥയെയും നമ്മൾ വായിക്കുന്നത് ഓരോ തരത്തിലാണ് അല്ലേ. പ്രത്യേകിച്ച് സൈക്യാട്രിസ്റ്റും കൂടിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ, അവരുടെ ഓരോ കഥാപാത്രം എങ്ങനെയാണ് മനസ്സിൽ ഈ ഒരു കാര്യം ചിന്തിച്ചു വെക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആവില്ല അത് വായിച്ചിട്ടുണ്ടാവുക. പക്ഷെ അദ്ദേഹം അത് വ്യക്തമാക്കി ഓരോ കുറച്ചേ സംസാരിച്ചുള്ളെങ്കിലും ഉള്ള കാര്യം വളരെ ഭംഗിയാക്കി നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഷാജി ചേട്ടനെ കുറിച്ച് ഞാൻ പറയാം. അതായത് നമ്മളിവിടെ ലാസ്റ്റ് റിഹേഴ്സലാണ് ഇവിടെ, ശരിക്കും പറഞ്ഞാൽ ഫൈനൽ റിഹേഴ്സലാണ് നിങ്ങൾ കണ്ടത്. 2-3 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് അദ്ദേഹം കയറി വന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ആരെയാണെങ്കിലും ആരും കണ്ടിട്ടില്ലല്ലോ, അപ്പം ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ചെയ്തോളൂ, പക്ഷെ അതിലും നല്ലത് സാറാമി കേശവൻ നായർ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ നെക്സ്റ്റ് അതായിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നേനെ. ഇതാണ് എല്ലാവരും മതിലുകൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യാനുള്ളൊരു സൗകര്യം കണ്ടിട്ടുള്ള ആ ഒരു മതിലുകൾ സിനിമ കണ്ടിട്ടുള്ളതിൻ്റെ ആ ഒരു വിഷ്വലൈസിങ് ആണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പെട്ടെന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്തത്. അതിനൊരു സജഷനും തന്നു. പിന്നെ നല്ല എനിക്ക് കേൾക്കാൻ പറ്റാതായത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ്. എന്നാലും കുറച്ച് നേരം സംസാരിച്ചതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും നന്നായിരുന്നെന്ന് എനിക്ക് അറിയാം. അപ്പം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇത്ത പറഞ്ഞു വന്ന് നിർത്താൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ മാസ് എൻട്രി. അതെ. അപ്പോൾ
അപ്പൊ പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞത് എൻ്റെ ഞാൻ പ്രസംഗിക്കുന്ന കുറച്ച് ഭാഗമെങ്കിലും കേൾക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടോക്ക് ഞാൻ അവിടെ നിന്ന് കേട്ടു. സ്വതവേ ഒരു സരസ സംഭാഷണം, സീരിയസ് ടോക്ക് ആണെങ്കിൽ സീരിയസ്, അതായത് അതിൽ കുറച്ച് നർമ്മം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പം എല്ലാം കൃത്യമായി അളന്നു വെച്ച പോലെയുള്ള സംസാരം ചെയ്ത നമ്മുടെ വിത്തയ്ക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ല. നമ്മുടെ ബഷീർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ചെയ്തിട്ടുള്ള ധർമ്മരാജിനെ, പിന്നെ അദ്ദേഹത്തിനും എൻ്റെയും സാഹിതിയുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. പാക്കേജർ ഞാനിവിടെ പക്ഷേ വന്നിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കയറി വരുമ്പോഴേക്കും അത് കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ കണ്ടില്ല. പിന്നീട് നമ്മുടെ ബഷീർ സിനിമകളിലെ പാട്ടുകൾ എല്ലാ പ്രാവശ്യം പോലെ നമ്മുടെ ജോസേട്ടൻ, പ്രമീള ചേച്ചി, പിന്നെ ഇന്ന് എനിക്കൊപ്പം ബഷീറായിട്ട് അഭിനയിച്ച നമ്മുടെ രഘുചേട്ടൻ, ജോസേട്ടൻ, പിന്നെ ശ്രീ കേളവർമ്മ സാർ, പിന്നെ ആരും പാടിയത് അല്ല, എത്ര തന്നെ. അപ്പം എല്ലാ പാട്ടുകാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി ആരെയും വിട്ടുപോയിട്ടില്ല. ഡോക്ടർ പ്രീതൻ, അദ്ദേഹത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം അല്ലേ. അതും നമുക്ക് എന്താ പറയുന്നത്തെ ഓരോ ടോക്കും ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ്, പക്ഷെ അതെല്ലാം ഒന്നിനൊന്നും അത് ഒട്ടും ലാഗില്ലാതെ വളരെ കുറേ ചിന്തയും ചിരിപ്പിക്കലും കുറേ നമ്മളുടെ ഓർമ്മകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ദിവസമായിട്ട് ഞാൻ ഈ ഒരു മീറ്റിങ്ങിനെ, ഈ ഒരു സ്മൃതിയെ ഞാൻ എടുത്തു വയ്ക്കുകയാണ്. ഇതിലുപരി ഇവിടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ കാണികളില്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന, ഞങ്ങൾ വരുമ്പോൾ സംസാരിച്ചിരുന്നു, എല്ലാ ശനിയാഴ്ചയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്, അതിൽ ഇത്രയധികം ആൾക്കാരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, ഇങ്ങനെ ഒരു പരിപാടി കാണാനൊക്കെ ആൾക്കാർ വരുമ്പോൾ, പക്ഷേ സാഹിതി ഇങ്ങനെയാണ്. ചില ദിവസം നമുക്ക് നിൽക്കാൻ പോലും, ഇരിക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, നിൽക്കാൻ പോലും ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. ഒന്ന് നമ്മളുടെ മറ്റേ ഗാലറി എന്നാണ് ഞാൻ പറയാറ്, ആ ഗാലറി നിറഞ്ഞ് കാർ പോർച്ചും കഴിഞ്ഞാണ് ഇവിടെ ആൾക്കാർ ഉണ്ടാവാറുള്ളത്. അപ്പോൾ സ്നേഹ സാന്നിധ്യം തന്ന എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി പറയും. താങ്ക് യു.